ഹലോ ചങ്ങായിമാരെ, ദിസ് ഇസ് മീ ബോക്സ്. അപ്പോൾ ചങ്ങായിമാരെ, നമുക്ക് സൂപ്പർമാൻ കാണാൻ പോയാലോ? ഇന്നലെ റിലീസായി DC പുതിയ സൂപ്പർമാൻ. സോ അതിന് മുമ്പായിട്ട് ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, നെഗറ്റീവ്സ് കമൻറ്റ്. ഓൾറൈറ്റ്, സോ ദിസ് ഇസ് മീ വണ്ടർവാസു. വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെന്താ പറയണ്ടേ, തിയേറ്ററിലേക്ക് നടന്നിട്ടാണ് പോകണം. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട് തിയേറ്ററിലേക്ക്. അപ്പോൾ 4 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 108 എന്ന് പറഞ്ഞ ബസ്സും 4-5 മെട്രോ എല്ലാം കയറേണ്ട അവസ്ഥയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിന് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട്. സോ അതിനെക്കാട്ടും ബെറ്ററായിട്ട് നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റാപ്പിഡോ, ഊബർ എന്നൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല പൈസയാണ്. നല്ല പൈസ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 200-300 രൂപ ചോദിക്കുന്നു. അപ്പോൾ 4 കിലോമീറ്ററിന് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് സിനിമ 8 മണിക്കാണ്. നമ്മളിപ്പം തന്നെ ഇറങ്ങി. ഓക്കെ, ബൈയോ. അപ്പോൾ ഇവിടുന്ന് ഇനിയൊരു 3.5 കിലോമീറ്റർ ഉണ്ട്. ഗൂഗിൾ മാപ്പ് പറഞ്ഞ് നമ്മൾ എന്തായാലും ഒരു 7:30 ഉള്ളിലെത്തുന്ന പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളമില്ലേ, ബിസ്ലറി, അതിൻ്റെ ഹെഡ് ഓഫീസാണ്. മോനെ ഒരു മിനിറ്റ്, ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് എടുക്കാം. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ബിസ്ലേരി വെള്ളത്തിൻ്റെ ഓഫീസ്. അങ്ങനെ ചങ്ങായിമാരെ 4 കിലോമീറ്റർ നടന്ന ശേഷം ഊടുവഴിയിലൂടെയും ഏതൊക്കെയോ ഗ്രാമത്തിലൂടെ നടന്നിട്ട് നമ്മൾ തിയേറ്ററിന് മുന്നിലെത്തിയിരിക്കുന്നു. വളരെ ചെറിയ തിയേറ്ററാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ ടിക്കറ്റ് ഉണ്ടോ ഗൈസ്? 4 കഷ്ണമായിട്ട് തന്നെ കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മളിതാ ടിക്കറ്റ് ബുക്ക് ചെയ്തു, 300 രൂപ. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, നമ്മൾ സൂപ്പർമാൻ കാണാൻ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് കോംബോ ഓഫറിൻ്റെ ഒരു സാധനം കൂടി തന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല. പിന്നെ 3D ഗ്ലാസ് ഇവിടുന്ന് എടുക്കണം. നമ്മൾ 3D കണ്ണടയോണ്ട് എല്ലാം കാണണം. നമുക്ക് ഇഷ്ടം സെലക്ട് ചെയ്തെടുക്കാം. നമ്മളിതാ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി. അവിടുന്ന് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചത്. പക്ഷേ തിയേറ്ററുകാർ പറഞ്ഞു ഷോ അടുത്ത് വരുന്നുണ്ട്, സോ എല്ലാവരും പുറത്തിറങ്ങണമെന്ന്. ഞാൻ പറഞ്ഞില്ല, ചെറിയ തിയേറ്റർ ആയതുകൊണ്ട് നമുക്കവിടെ സ്ഥലം പോലും കുറവാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിവ്യൂ പറയുന്നതായിരിക്കും വീട്ടിലെത്തട്ടെ. ഓക്കെ, അപ്പോൾ ചങ്ങായിമാരെ എന്താ ഞാൻ വീട്ടിലെത്തി. റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. സൂപ്പർമാൻ പറ്റി ഞാൻ പറയാമല്ലോ. DC റീബൂട്ട് ചെയ്ത ഫസ്റ്റ് സിനിമയാണ് സൂപ്പർമാൻ. അടിപൊളി പടം. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ ഇത് കാണുക. ഓക്കെ, ഇതിപ്പോൾ ജാക്ക് സ്നൈഡറിൻ്റെ സൂപ്പർമാനെ പോലെ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സൂപ്പർമാൻ. അതായത് രണ്ടും നല്ല സൂപ്പർമാനാണ് ശരിക്കും പറഞ്ഞിട്ട്. ജാക്ക് സ്നൈഡറിൻ്റെ ഹെൻറി കാവിൽ അഭിനയിച്ച സൂപ്പർമാൻ്റെ വേർഷൻ അത് പവർ, ഒരു ഗോഡ് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം ജെയിംസ് ഗണ്ണിൻ്റെ ഡേവിഡ് കോൺസറിൻ്റെ സൂപ്പർമാനെ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഫീലാണ്. അതായത് ഒരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞത്. അടി മാറുന്നുണ്ട്, എന്താ പറയുക, മുറിവ്, ചോര എല്ലാം വരുന്നുണ്ട്. അതായത് മൂപ്പിനെ അങ്ങനെയാണ് മൂപ്പിന് പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് ബട്ട് നമുക്കൊരു മൂപ്പ് തരുന്ന സൂപ്പർമാൻ്റെ ക്യാരക്ടറാണ് കിട്ടുന്നത്. ഓക്കെ, കിടിലം എന്താ പറയുക മേക്കിംഗ് ആണ്. എസ്പെഷ്യലി അതിനകത്ത് ഉപയോഗിച്ച ആർട്ട് വർക്കൊക്കെ നൈസായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ഇടയ്ക്ക് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാട്ട്, പഴയ പാട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അത് ഇവർ നല്ല വൃത്തിക്ക് യൂസ് ചെയ്തിട്ട് അതെന്താ പറയുക, അതും അടിപൊളിയായിട്ട്. പിന്നെ ഇതിൻ്റെ താരം സൂപ്പർമാൻ അല്ല, ക്രിപ്റ്റോ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി പടം. അതാണ് ഒരു ലെവലെത്തുമ്പോഴത്തേക്ക് ക്രിപ്റ്റോൻ്റെ ഒരു കളിയുണ്ട് മോനെ, കിടില സാധനം. അങ്ങനത്തെ ഒരു പടം. പിന്നെ ഇത് എന്താ പറയുക, കംപ്ലീറ്റ്ലി കോമിക് ആക്യുറേറ്റ് ആയിട്ടൊരു സ്റ്റോറിയാണ്. കോമിക് ബുക്കിനെ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ്, അതായത് അതിൻ്റെ ക്രീച്ചേഴ്സ്, ക്യാരക്ടേഴ്സ് എല്ലാവരും വരുന്നുണ്ട്. കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ടീച്ചറിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരാളും കൂടി വരുന്നുണ്ട്, ഒരു 2-3 സെക്കൻഡ് മാത്രം. പെട്ടെന്ന് പോകുന്നത് മുമ്പിൽ വന്നാൽ തന്നെ നൈസായിരുന്നു. അപ്പോൾ ഇതായിരുന്നു സൂപ്പർമാൻ്റെ റിവ്യൂ. നല്ല പടമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല നൈസായിട്ട് എടുത്തിട്ട് കോമിക് ലവേഴ്സിന് ഈ എന്താ പറയുക, ഗോഡ് ലെവൽ സൂപ്പർമാൻ ആഗ്രഹിച്ച് പോകുന്ന ആൾക്കാർക്ക് നിരാശപ്പെട്ട ചാൻസ് ഉണ്ട്. ബട്ട് അതൊന്നുമില്ല. നമുക്ക് DC റീബൂട്ട് കാണാനാണ് ആഗ്രഹം പറഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഇത് ബെസ്റ്റ് ചോയ്സ്. ഇനി DC അടുത്ത സിനിമാസിന് ഇതേപോലെ തന്നെ ആവാനായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ എന്നെ നിരാശപ്പെടുത്തിയൊരു ഫാക്ടർ ഉണ്ട്. നല്ല രീതിയിൽ നിരാശപ്പെട്ട സിനിമയല്ല, ഞാൻ കണ്ട തിയേറ്ററാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുമാതിരി തിയേറ്റർ ആയിരുന്നു ഒരിക്കലും.
കംപ്ലീറ്റ്ലി അത് ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ നമുക്ക് സാധനമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വന്ന് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഐമാക്സ് പടം പോയി കാണാണ്ട് ഞാൻ നോർമൽ തിയേറ്ററിലൂടെ കണ്ടേ. അതുകൊണ്ട് കാണാൻ ആൾക്കാരെ ശ്രദ്ധിക്കുക. നിങ്ങളടുത്ത് ഐമാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് ഐമാക്സ് പോയി കാണാം. കാരണം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഐമാക്സ് കണ്ടില്ലേ, സൈഡിൽ കണ്ടിട്ട് കട്ട വരും, ഒരുമാതിരി അവസ്ഥ എനിക്ക് പറഞ്ഞാൽ. മറ്റേ എന്താ പറയുക, ഈ ഐഫോൺ ലോഷ് വന്ന പോലത്തെ സാധനം ഞാനിപ്പോൾ കണ്ടത് തിയേറ്ററിൽ. നിങ്ങൾ ക്ലിപ്പ് കിട്ടുമ്പോൾ കിട്ടുന്നതല്ലോ, അതിലൊരു കുട്ടി സ്ക്രീനായിരിക്കും. ആ ഒരു 3D എഫക്റ്റ് ഒന്നും ശരിക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അതൊരു പടം നൈസ് ആയിരുന്നു. പക്ഷെ അത് ഐമാക്സ് കണ്ടതെങ്കിൽ ഒരു ഗംഭീരമായില്ല എന്നാണ് പറയാം. ആ ഒരു രീതിയിലുള്ളത് തിയേറ്റർ എന്നെ നിരാശപ്പെടുത്തി. പ്രത്യേകിച്ച് സീറ്റ്, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു സൈഡ് ചെരിഞ്ഞിട്ട്, അത് അങ്ങനത്തെ ഒരു സീറ്റ്, അത് നമ്മൾ പറഞ്ഞത് ചെരിഞ്ഞിട്ടുള്ളൊരു സീറ്റാണ്. ഒരു സൂപ്പില്ല ഇരിക്കാൻ പറ്റും. എന്താ പറയുക, അത്രയും പ്രശ്നമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഐമാക്സ് പോയി കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയല്ലോ. നിങ്ങൾക്കിപ്പം എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബട്ടൺ കൊടുത്താൽ ഷെയർ ചെയ്യുക. നെഗറ്റീവ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരും കമൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ.